മധുര തുളസി വളരെ രസകരമായ പേര് അല്ലേ? ആ മധുര തുളസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പ്രമേഹ രോഗികൾ കൂടി വരികയാണ്. ഈ പ്രമേഹ രോഗികളുടെ ആകെ ഒരു പ്രശ്നം അവർക്ക് മധുരം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് നമ്മൾ കുടിക്കുന്ന പോലെ ചായയിലോ കാപ്പിയിലോ ഐസ്ക്രീമോ എല്ലാത്തിലും എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് മധുരം അതിൽ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ അങ്ങനെയുള്ള പ്രമേഹ രോഗികൾക്ക് പറ്റിയ ഉത്തമമായ ഒരു ഔഷധമാണ് നമ്മുടെ മധുര തുളസി എന്ന് പറയുന്നത്. കാരണം പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ ചെടിയാണ് മധുര തുളസി. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയേക്കാൾ 30% മധുരം അധികമാണ് ഈ മധുര തുളസിക്ക്. നമുക്ക് കാണാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് ആ ചെടിയുടെ അടുത്തേക്ക് നമുക്ക് കാസർഗോഡ് മുളിയാർ കുടുംബശ്രീ പ്രവർത്തകർ മധുര തുളസി കൃഷിയിലാണിപ്പോൾ. പഞ്ചസാരയേക്കാൾ മധുരമുള്ള മധുര തുളസിക്ക് ആവശ്യക്കാർ ഏറിയതോടെയാണ് വനിതകൾ ഈ കൃഷിയിൽ സജീവമായത്. മധുര തുളസി പേര് പോലെ തന്നെ പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരം. ഈ ഔഷധ സസ്യ കൃഷിയിൽ വിജയഗാഥ തീർത്തിരിക്കുകയാണ് മുളിയാർ കുടുംബശ്രീ പ്രവർത്തകർ. ഇതിന്റെ ഇല ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അനുമതി നൽകിയത് ഈയിടെ. ശീതളപാനീയങ്ങൾ, മിഠായികൾ, ബിസ്ക്കറ്റുകൾ തുടങ്ങിയവയിൽ പഞ്ചസാരയ്ക്ക് പകരമായി മധുര തുളസി ചേർക്കാൻ തുടങ്ങിയതോടെ ആവശ്യക്കാർ കൂടി. വർഷത്തിൽ 4 പ്രാവശ്യം വിളവെടുപ്പ് നടത്താമെന്നാണ് ഇതിൽ പറയുന്നത്. ഇതൊരു നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ് മധുര തുളസി. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം, വെള്ളം കുറവ് മതി. ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മൾ പഞ്ചസാര നിർത്തണമെന്ന് പല വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട്. കാരണം അതൊരു വെളുത്ത വിഷമാണ് എന്ന് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പല അസുഖങ്ങളുടെയും പ്രധാന കാരണക്കാരനാണ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് എന്തുപയോഗിക്കാമെന്ന് പല ആളുകൾക്കും അറിയില്ല. നമുക്ക് ഏറ്റവും നല്ലത് ഇപ്പോൾ ഭക്ഷണത്തിന് നമ്മൾ ഭക്ഷണം ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ചസാര ഇല്ലാതെ പല ആളുകൾക്കും പറ്റില്ല. അപ്പോൾ ഇതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഈ ഒരു സസ്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ ഇലകളെക്കുറിച്ചും ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സ്റ്റീവിയ എന്നുള്ള ഒരു പദാർത്ഥത്തിൽ എന്താണ് നമുക്ക് ഗുണമായിട്ട് ശരീരത്തിനുണ്ടോ അതോ ഒരു പ്രശ്നമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇത് സൗത്ത് അമേരിക്ക രാജ്യങ്ങളിൽ ആക്ച്വലി കഴിഞ്ഞ ഒരു 100 മുതൽ 200 വർഷമായിട്ട് മധുരത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് സ്റ്റീവിയ. അതിൻ്റെ അകത്ത് 0 കലോറിയാണ്, അതിൻ്റെ അകത്ത് എനർജി ഒന്നുമില്ല. അതുപോലെ നമ്മൾ ഹൈ പ്യൂരിറ്റി സ്റ്റീവിയ ലീഫ് എക്സ്ട്രാക്ട് പല രാജ്യങ്ങളിലും പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കുകയാണ്. അത് ഒത്തിരി നല്ലതാണ്. പലതരത്തിലുള്ള കാലറി ഇല്ലാത്തത് കൊണ്ടും പ്രമേഹ രോഗികൾക്ക് വരെ വളരെ ചെറുതായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റീവിയയുടെ ഇലയിൽ നിന്ന് നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു മധുരമുള്ള ഭാഗം ശരിക്കും നമ്മൾ കരിമ്പിൽ നിന്ന് എടുക്കുന്ന ഷുഗർ അല്ലെങ്കിൽ ഷുഗറിനെക്കാട്ടും 100 മുതൽ 300 ഇരട്ടി മധുരമാണ്. അപ്പം നമുക്ക് വളരെ കുറച്ച് സ്റ്റീവിയ മതിയാവും നമുക്കൊരല്പം മധുരം നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് പല ആൾക്കാരും അറിയില്ല. പ്രമേഹം ഉള്ളവർക്ക് പോലും ഉപയോഗിക്കാവുന്നതാണ്. കാരണം പ്രമേഹത്തിന്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ അമിതമായ ഈ ആർട്ടിഫിഷ്യൽ ഷുഗർ, പ്രത്യേകിച്ചും പഞ്ചസാര കൊണ്ട സാധനങ്ങളും പഞ്ചസാര പോലുള്ള മധുര സാധനങ്ങൾ, ഇപ്പം ജിലേബി, ലഡു അമിതമായി ഉപയോഗിക്കുന്നത് കാരണമാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം പ്രമേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെടി ഇതേപോലെയാണ്. ചെടി ഇരിക്കണ്ട ഇല നമുക്ക് വെറുതെ നമുക്ക് ഇതേപോലെ കഴിക്കുമ്പോൾ ഭയങ്കര പഞ്ചസാരനേക്കാൾ മധുരമാണ് ഇലക്ക്. അതേപോലെ തന്നെ വെള്ളത്തിൽ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പഞ്ചസാര ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇത് പതിവായി കുടിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിച്ച് നിർത്താം. അതേപോലെ തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താം, ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിച്ച് നിർത്താം. നമുക്ക് ഈ വെള്ളം വെറും വയറ്റിൽ പതിവായി കുടിച്ചു കഴിഞ്ഞാൽ ശരീരഭാരം കുറക്കോട്ടാ. പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരമുള്ള ചെടിയാണെങ്കിലും കലോറി 0% ആയതിനാൽ കടുത്ത പ്രമേഹമുള്ള രോഗികൾക്കും ഇതിന്റെ മധുരം ഉപയോഗിക്കാം. ഇതിന്റെ ഉപയോഗത്തെപ്പറ്റി ജനങ്ങൾക്ക് അറിവില്ല എന്നതാണ് ഉപയോഗം കുറയാൻ കാരണമായി ഷാജി പറയുന്നത്. യൂട്യൂബിൽ சீனி துளசி என்றதும் நீங்கள் நகைப்புடன் பார்க்க வேண்டாம். இது ஆங்கிலத்தில் ஸ்டீவியா என்று அழைக்கப்படுகிறது. இது ஒரு மூலிகை பயிர். தமிழில் சர்க்கரை துளசி என்று அழைக்கப்படுகிறது. ஜப்பான், கொரியா, சீனா, கனடா மற்றும் தாய்லாந்து வாசிகள் சர்க்கரைக்கு பதிலாக இச்செடியின் இலைகளையே பயன்படுத்துகின்றனர். இந்தியாவிற்கும் வெகு காலத்திற்கு முன்பே இனிப்பு துளசி வந்துவிட்டது என்றாலும் இதன் பயன் குறித்து இப்போதுதான் அதிக அளவில் விழிப்புணர்ச்சி வளர்த்து வரும் ஜஸ்வந்த் சிங். வணக்கம், எங்கள் பேர் ஜஸ்வந்த் சிங். நான் சென்னையில் தான் வளர்ந்தது. எல்லாம் சென்னை தான், இங்கே தான் எல்லாம் படிச்சிருக்கோம். எல்லாம் இங்கே தான் பண்ணியிருக்கோம். ஜப்பான் பார்த்தீங்கன்னாக்கா அவங்களுக்கு பார்த்தா 87% அவங்களுக்கு இருக்குது. ஸோ அவங்க ஏஜ் அந்த ரேஷியோ இருக்கு இல்லையா, டெத் அந்த ரேஷியோ லைஃப் ரேஷியோ இருக்கு இல்லையா, அது எல்லாத்துக்கும் மேக்ஸிமம் ஜப்பானில் நீங்கள் பார்த்தீங்கன்னாக்கா அவங்க இதில் பார்த்தீங்கன்னா கிட்டத்தட்ட 107, 110 வயசு, 115 வயசு வரை இருந்திருக்காங்க. இன்னும் கூட அங்கே ஜப்பான்லேயே 500 பேர் 100 வருஷத்துக்கு மேலே இருக்கிறாங்க. ஸோ அவங்க நம்ம இதில் எல்லாம் அப்ராக்சிமேட் என்ன இதுனாக்கா அவங்க அத்தனை வருஷமாக இதுதான் சாப்பிட்டுருக்காங்க. அது ஜப்பானுக்கு கீழே அமெரிக்கா, அது கீழே சைனா. நம்ம தான் இருக்கிறதுல ரொம்ப கம்மி நம்மளது இருக்குது. ஏன்னா நம்மளோட ஹேபிட்ஸு, நம்மளோட இது ரொம்ப பிரச்சனை. நம்ம இந்த மாதிரி ഷുഗർ സാപ്പിട്ടനാல தான் ഇவ்வளோ அந்த പ്രോബ്ലം വന്നിരിക്കും. അതുക്ക് ഇത് ഇന്ന് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്. കേരളത്തിലെ പല ഭാഗത്തുനിന്നും പ്രമേഹ രോഗികൾ ഇവർ അന്വേഷിച്ച് വരുന്നുണ്ട്.